രോഗം ശിക്ഷിയാക്കുന്നവൻ അള്ളാഹുവല്ലേ, മരുന്ന് കഴിക്കണോ അള്ളാഹ് നിശ്ചയിച്ച സൗഭാഗ്യം. വെച്ചപ്പെടുത്തുന്നവൻ അള്ളാഹുവല്ലേ, ഭക്ഷണം കഴിക്കുന്നതോ അള്ളാഹ് നിശ്ചയിച്ച നിമിത്തമാണ്. ദാഹശമനം വരുത്തുന്നവൻ അള്ളാഹുവല്ലേ, അതെ, വെള്ളം കുടിക്കുന്നതോ അള്ളാഹ് നിശ്ചയിച്ച നിമിത്തമാണ്. സഹായിക്കുന്നവൻ അള്ളാഹു മാത്രമല്ലേ, അതെ, പിന്നെ മറ്റുള്ളവർ സഹായം തേടിയതോ അള്ളാഹ് നിശ്ചയിച്ച നിമിത്തമാണ്. അള്ളാഹു നിശ്ചയിച്ച നിമിത്തം. എന്നാൽ നിശ്ചയിക്കപ്പെട്ട നിമിത്തങ്ങളിൽ അങ്ങനെ ഒന്നുണ്ടോ? അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് 4 തരത്തിലുണ്ടാവാം. 4 തരത്തിൽ. ഒന്ന്, ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുക. നല്ലോണം മനസ്സിലായിപ്പോയി. ഒന്ന്, ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുക. ഞാൻ നിങ്ങൾ പരസ്പരം സഹായം തേടുന്നത് പോലെ അല്ലാത്തവരോടാണ്. ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുക. അതിന്റെ പ്രശ്നം എന്താ? അതിന്റെ കറായിയായ വിധി എന്താ? അതില് അനുവദിക്കപ്പെട്ടതുകൊണ്ട് വിലക്കപ്പെട്ടതുണ്ട്. മരിച്ചിട്ടൊന്നും വേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അതിൽ അനുവദിക്കപ്പെട്ടതുകൊണ്ട് വിലക്കപ്പെട്ടതുണ്ട്. ഉദാഹരണം, നമ്മുടെ കൂട്ടത്തിൽ ഒരാള് മുവഹിദീങ്ങള് പുട്ടകത്തിൽ പോയി ചികിത്സാർത്ഥം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ അഡ്മിഷന്റെ ആവശ്യത്തിന് സത്യസായി ബാബയെ കണ്ടു. അയാളുടെ ആശുപത്രിയിൽ അല്ലെങ്കിൽ അയാളുടെ വിദ്യാലയത്തിൽ ഒരു ആൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി അയാളോട് സഹായം തേടി. അതിന്റെ ബുദ്ധിമുട്ടാ? ഒരു കുഴപ്പമില്ല. അയാൾ ദൈവാന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല, അയാൾക്ക് കുറച്ച് മുടി അധികം തന്നെ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. അയാൾ സാധാരണ മനുഷ്യനാണ്. പിന്നെ അയാളോട് സഹായം തേടി. അവിടെ കുറച്ച് സൗകര്യം ആശുപത്രിയിൽ, വലിയ ഫീസ് വരുന്നില്ല. അപ്പൊ നാം പോയി നോക്കാന്ന് വിചാരിച്ചു. ഞാൻ പോയി നോക്കി. അയാൾ ആശുപത്രി കാണാൻ പോയത്. അയാൾ ദൈവാന്ന് വിചാരിച്ചോന്നല്ല, എനിക്കറിയില്ല. ഒന്ന് കാണാൻ പോയി. ഞാൻ കാണുന്നത്, ഞാൻ ഈ യാത്ര കമ്പക്കാരനാണ്, വലിയ യാത്ര പോയാനാണ്. അപ്പൊ അയാളെ പോയി സഹായം തരാം. അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി അഡ്മിഷൻ, എഞ്ചിനീയറിംഗ് കോളേജിലായാലും മെഡിക്കൽ കോളേജിലും വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ ഒന്നും ബിടെക്കിന് അഡ്മിഷൻ കിട്ടില്ല. ഇപ്പൊ കറക്കം കൊടുക്കാൻ പോകണ്ട, അപ്പം കേൾക്കും. അതല്ലെങ്കിൽ മെഡിസിൻ അഡ്മിഷൻ കിട്ടിയില്ല, അപ്പൊ അവിടെ പോയി 10 ഗ്രൂപ്പോ 2 ഗ്രൂപ്പോ മോശമില്ലാത്ത മാർക്ക് കിട്ടിയിട്ട് ഇവിടെ കിട്ടിയില്ല. കൂടെ ഒരാൾ പോയി. അത് സുന്നി പോയി, മുജാഹിദ് പോയി, ജമാഅത്ത് പോയി, ആര് പോയാലും എന്തായാലും മുസ്ലിം പോയി, അമുസ്ലിം പോയി. അയാളോട് സഹായം തരുന്നതിന്റെ പ്രശ്നം എന്താ? ഒരു വിരോധമല്ല. നേരെ മറിച്ച് സായിബാബ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന വേറെ ചിലരുണ്ട്. അവരെ പോയി അദ്ദേഹത്തോട് സഹായം തേടിയാലോ അത് ശിർക്കാം. എന്താ വ്യത്യാസം? ഒരേ ശക്തിയോട് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തോട് 2 ആളുകളുടെ സമീപനം 2 തരത്തിൽ. എന്താ 2 തരാൻ കാരണം? 2 ആളുടെ വിശ്വാസത്തിലെ വ്യത്യാസമാണ്. ഇനി ഒരു ഉദാഹരണം കൂടി പറയാം. നിങ്ങളുടെ നാട്ടിലെ സ്ഥിതിക്കാരല്ല, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വലിയ കാളകൂട്ട് കമ്പക്കാരുണ്ട്. അറബികളുടെ ഇടയിൽ ഒട്ടകരൈസുള്ളത് പോലെ വലിയ കാളകൂട്ട് കമ്പക്കാരുണ്ട്. ഇയാളുടെ കാളകൾ നല്ല ഉഷാറായിട്ട് ഓടിയപ്പോ കയറി വരുമ്പോ കാളന്റെ കാഴ്ചയിൽ മാല കൊടുക്കും. അതിന്റെ ഹുക്മെന്താ? ശിർക്കാവുക. ശിർക്കൊന്നാവുക. അത് പാഴ്വേലെന്ന് പറഞ്ഞു പറയാം. ആരും വലിയ ഇതിന്റെ ഹറലാണെന്ന് പറയാം. മറ്റൊരാള് വിനോബത്തിന്റെ ആള് അതേ കാളിന്റെ കഴുത്തിലൊരു പൂവ് വെച്ചു കൊടുത്തു, മാല മുതലൊരു പൂവ്. അത് ശിർക്കാം. കാരണം വിനോബത്തിന്റെ ആള് പശുവും മൂലൊക്കെ ദൈവാന്നുള്ള വിശ്വാസക്കാരാണ്. ആ വിശ്വാസത്തിലാണ് പൂവ് വെച്ചതെങ്കിൽ ശിർക്കാണ്. ആ വിശ്വാസമില്ലാതെ ഒരു പൂവല്ല, പൂ മാല തന്നെത്താളും ശിർക്കുമല്ല. ഒരു ജീവിയോട് 2 ആളുകളുടെ തുല്യ നിലവാരത്തിലുള്ള സമീപനം 2 തരത്തിലാവുന്നു. എന്താ കാരണം? വിശ്വാസത്തിലുള്ള വിശ്വാസം. ഒരാൾ വിശ്വസിച്ചത് ഇതൊരു നാൽക്കാലിയാണ്, മര്യാദ കോടിയില്ലെങ്കിൽ അപ്പത്തനെ കുറിച്ച് അർത്ഥം ചെയ്യുമോ തന്നെ മാലട്ടോന്നെ. ഒരുത്തൻ വിചാരിച്ചത് നാൽക്കാലിയാണെന്ന്, അവരും വിശ്വസിച്ചത് ഇത് ദൈവമാണ്. അപ്പൊ വിശ്വാസത്തിനനുസരിച്ചാണ് ജീവിച്ചിരിക്കുന്ന ആളോട് സഹായം ചെയ്യുന്നതിന്റെ കുറ്റമാണ്. എന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ പരസ്പരം സഹായിക്കാൻ അള്ളാഹ് നിശ്ചയിച്ച നിമിത്തം എന്ന രീതിയിലാണെങ്കിൽ ഒരു കുഴപ്പമല്ല. ദിവ്യത്വം മനസ്സിൽ വിശ്വസിച്ചുകൊണ്ടാണെങ്കിലോ ചുരുക്കാണ്.
ഇനി ജീവിച്ചിരിക്കുന്നവർ പരസ്പരം സഹായം തേടുന്നതാണ്. മരിച്ചതൊന്നും വേണ്ടതല്ല. അവ ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുന്നത് പോലും ശിർക്കാകും. മരിച്ചിട്ടൊന്നും വേണ്ട. ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുന്നത് പോലും ശിർക്കാകും. മരിക്കാൻ കാത്തിരിക്കണ്ട. സത്യസായിബാബിന്റെ ആളുകൾ, അയാളുടെ ആരാധകര്, അയാളിൽ ദിവ്യത്വം ആരോപിക്കുന്ന ആളുകള് അദ്ദേഹത്തോട് സഹായം തേടുന്നത് ശിർക്കാണ്, പൊറുക്കപ്പെടാത്ത പാപാണ്. അയാൾ മരിക്കാൻ കാത്തിരിക്കണം. അയാൾ മരിച്ചിട്ടും വേണ്ട, യാറുണ്ടാക്കിയിട്ടും വേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അതൊന്ന് ജീവിച്ചിരിക്കുന്നവർ പരസ്പരം സഹായം തേടുക. ജീവിച്ചിരിക്കുന്നവർ സഹായം തേടുന്നതിൽ അനുവദിക്കപ്പെട്ടതുകൊണ്ട് വിലക്കപ്പെട്ടതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രകാരം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിച്ചു. 2, മരിച്ചവർ മരിച്ചവരോട് സഹായം തേടുക. മരിച്ചവർ മരിച്ചവരോട് സഹായം തേടുക. ആളുകൾ മുഴുവൻ മരിച്ച് മരിച്ചവരെ ഒരുമിച്ച് കൂട്ടിയാൽ എല്ലാവരും കൂടി ആദ്യ വിദ്യാലയത്തിൽ ആളുകൾ സമീപിച്ച് സഹായം കൊടുക്കും. ഹദീസിലുള്ളത് എത്ര വയസ്സിനാണെങ്കിലും സഹായം കൊടുക്കും. ആദ്യം പറയോ, പൊന്നാര മക്കളെ, നിങ്ങൾ ദുനിയാവിലെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ മത്സരയിൽ വിദ്യാഭ്യാസത്തിലാണ് വരുന്നത്, ശരിയല്ല എന്ന് പറയോ? ഇല്ല. അതിന്റെ പേര് ഇത്ര അടുത്ത ആൾക്കും കൊടുക്കുന്നു. ഇത് തങ്ങളുടെ റഫറിയും ശരിയോ? അങ്ങനെ ഓരോരുത്തരെയും സമീപിച്ച് സഹായം തേടും. മരിച്ചവർ മരിച്ചവരോട് സഹായം തേടുന്നു. ദാറു തക്ലീഫ് അല്ലാതെ ആവട്ടെ, അങ്ങനെ സംഭവം. 3, മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുക. മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുക. ഇതുപോലെ സ്വാലിഹീങ്ങൾ മരണപ്പെട്ടാൽ അവരുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ അവർ കൊണ്ടുപോകുന്ന ആളുകളോട് പറയും, കത്തിപ്പോയി കത്തിപ്പോയി, കൂട്ടുകാരെ ഇങ്ങനെ വേഗം കൊണ്ടുപോയി സഹായിക്കും, നിങ്ങളെ പെരടിയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കേണ്ട, ഞാൻ മഹാഭാഗ്യത്തിലേക്കാണ് പോകാൻ പോണത്, സാലിഹ്യങ്ങൾ പറയും. അപ്പൊ മരിച്ച ആള് ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുക. ആ മരിച്ച വ്യക്തി ലാഭത്തല്ലാണ്ട് പറയാം, ഓക്കെ, എന്നാലും അത് മൂന്നാമതൊരു സാധ്യത. അപ്പോൾ 1 ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട്, 2 മരിച്ചവർ മരിച്ചവരോട്, 3 മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടുക, 4 ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് സഹായം തേടുക. ഇവിടെ മാത്രമേ തർക്കേണ്ടിയിരുന്നൊരു കാര്യമില്ല. 4 വിശദമായി സംസാരിക്കണം. ചില ആളുകൾ എത്രയും ആലോചിച്ചില്ല, പറഞ്ഞു കുടുങ്ങിയതാണ് പാവം. അങ്ങനെ ഉണ്ടാവില്ല. ചിലതൊക്കെ മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ അത് വിവരിക്കാതെ വിഷമമുണ്ടാവും. അങ്ങനെ നമ്മൾ പ്രത്യേക ഇഷ്യൂ ആയിട്ടൊന്നും എടുക്കേണ്ടതില്ല. കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട് സഹായം തേടാന്ന് പറയുമ്പോ അത് അനുവദിക്കപ്പെട്ടതുകൊണ്ട് വിലക്കപ്പെട്ടതുകൊണ്ട്. അത് രണ്ടും ഉണ്ടാകാനുള്ള കാരണം എന്താ? ഈ ജീവിച്ചിരിക്കുന്നവർ നാളത്തെ ഗ്രീഫിലായതുകൊണ്ട്. അതുകൊണ്ടാണ് അനുവദിക്കപ്പെട്ടത് വിലക്കപ്പെട്ടതുകൊണ്ടായിരുന്നില്ല. ആദ്യം പറഞ്ഞത് തന്നെ മറ്റൊരു രണ്ടും നാളത്തെ ഗ്രീഫിലല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വരാൻ പോകാറുള്ളത്. ഇതിൽ അനുവദിക്കപ്പെട്ടതുകൊണ്ട് വിലക്കപ്പെട്ടതുകൊണ്ട് മരിച്ച ആളുകളോട് സഹായം തേടുന്നത് അള്ളാഹു നിശ്ചയിച്ച, അവന്റെ പ്രവാചകൻ നിശ്ചയിച്ച, ശാരീരിക നിശ്ചയിച്ച ഒരു നിമിത്തമാണ് എന്ന നിലക്ക് മാത്രമാണെങ്കിൽ വിരോധമല്ല. ആ മരിച്ച ആൾ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിലോ ശുർക്കാണ്. അതിന് മരിച്ചിട്ട് വേണ്ട, ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ശുർക്ക് തന്നെയാണ്. അപ്പോൾ ഈ വിശ്വാസത്തെ തുടർന്നാണ് അത് ശുർക്കാണോ അനുവദിക്കപ്പെട്ടതാണോ എന്ന് തീരുമാനിക്കേണ്ടത്. പിന്നെ ഇവിടെ വേറെ ചില കാര്യങ്ങൾ കൂടി അനുബന്ധമായ ആലോചിക്കണം. മരിച്ച ആളുകൾക്ക് കേൾക്കാൻ കഴിയോ? മരിച്ച ആളുകൾ ഇതൊക്കെ അറിയോ? മരിച്ച ആളുകളുടെ അവസ്ഥ എന്താണ്? അതൊക്കെ ആലോചിക്കണം. അങ്ങനെ ആ വിഷയം ആദ്യം മനസ്സിലാക്കണം. സഹായം തേടൽ മാത്രമല്ല, ജീവിച്ചിരിക്കാന്ന് പറഞ്ഞാൽ എന്താ? ജീവിച്ചിരിക്കാന്ന് പറഞ്ഞാൽ മാതാവ് ജന്മം നൽകിയ ശേഷം ഉടലിൽ റൂഹുണ്ടായിട്ട് വളരുക. അതന്നെ ഈ കാണുന്ന ജസതും അതിലുള്ള റൂഹും ചേർന്നതാണ് ജീവനുള്ള ഒരു മനുഷ്യൻ. മരിക്കാന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ശരീരത്തിൽ നിന്ന് റൂഹ് തിരിയാം. റൂഹ് നശിക്കാതെ നമ്മൾ പറയില്ല, റൂഹ് തിരിയാന്നാ പറയുന്നത്. ശരീരത്തിൽ നിന്ന് റൂഹ് തിരിയാം. നാം മരിച്ചു, ഇതെല്ലാം മരിച്ചു. ഈ ഡെഡ് ബോഡി കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് നമ്മൾ മറന്നു. പക്ഷെ ഈ ഡെഡ് ബോഡിയിൽ നിന്ന് പിരിഞ്ഞൊരു റൂഹുണ്ടല്ലോ, ആ റൂഹയുടെ പോയി ആരെങ്കിലും ആലോചിച്ചല്ലോ? അത് അധികാരം ചിന്തിക്കാറില്ല. കതിരക്ക് നീ കൊടുത്ത മകയാണ് വെടിയെ പൊട്ടിയാൽ പിന്നെ കുറ്റി എവിടെ പോകുന്നതാരും നോക്കാറില്ല.
കഴിഞ്ഞാല് തന്റെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുന്നു. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കൊല്ലപ്പെട്ട മകന്റെ റൂഹ് പിരിഞ്ഞത് മുതൽ പിരിച്ചു തുടങ്ങിയതാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ഇതൊക്കെ എവിടെ പോയി? ഇതൊക്കെ എവിടെ ഉണ്ട്? റൂഹിനെ കഫൻ ചെയ്യാൻ കിട്ടിയിട്ടില്ല, കുളിപ്പിക്കാൻ കിട്ടിയിട്ടില്ല, നിക്കരിക്കാൻ കിട്ടിയിട്ടില്ല, മറജാനും റൂഹിനെ കിട്ടിയിട്ടില്ല. പിന്നെ റൂഹിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ എവിടെയുള്ളത്?